അണ്ണാ സന്തോഷം അണ്ണാ. അണ്ണാ നിങ്ങൾ എന്തെണ്ണ മൈൻഡ് ആക്കി ഇരിക്കുന്നത്? നിങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തൊക്കെ ഇറങ്ങുവണ്ണ? ആ നിങ്ങളുടെ വീടിന്റെ ഫ്രണ്ടിൽ പുല്ല് കൊള്ളം നിൽക്കുന്നത്. നിങ്ങൾ പുറത്തുനിന്ന് ഇറങ്ങണമെന്നാണ് ഞാൻ അറിഞ്ഞത്. നിങ്ങൾ വീട്ടിൽ നിന്ന് കയറില്ല? നിങ്ങളുടെ ഭാര്യ ആ പടം ഇറങ്ങിയാണ്, മറ്റേ കൂതറ പടം. അതിന്റെ ട്രെയിലറുകൾ ഞാൻ യൂട്യൂബിലൂടെ കണ്ടു കേട്ടോ. സംഭവം എന്തിനാ എന്റെ കമന്റുകളല്ലേ സൂപ്പർ അണ്ണ. ഞാൻ അതിന് തെറി വിളിക്കാൻ പഠിച്ചു വേണ്ടിട്ട്. അതൊക്കെ അംഗീകാരമാണ്. അല്ല അണ്ണന്റെ ഒക്കെ സമയം തന്നെ. ഞങ്ങളിവിടെ തലകുത്തി നിന്നിട്ട് തെങ്ങേറാൻ പോലും പറ്റില്ല. ഓണ അപ്പൊ അണ്ണൻ തന്നെ അല്ലേ അല്ല ആദ്യം കമന്റുകളൊക്കെ തന്നെ തനിച്ചത്? അപ്പൊ അണ്ണൻ തന്നെ അണ്ണനെ തെറി വിളിച്ചിട്ട് മറ്റവന്മാരുടെ അങ്ങോട്ട് കൊടുക്കും അല്ലേ? കൊള്ളാലോ അണ്ണ, നിങ്ങളാള് മിടുക്കം തന്നെ. അപ്പൊ ആള് ഞാൻ തന്നെ കയറി 10 തെറി വിളിച്ച് കഴിഞ്ഞാൽ ആരാ തെറി കാണുമ്പോൾ അയാളെങ്കിലും കയറി നോക്കും. അപ്പൊ ആകുമ്പോൾ ഇവിടെ 10 തെറിയെങ്കിലും വിളിക്കും. അപ്പോഴത്തേക്ക് ആൾക്കാർ തെറി ചെയ്യുന്ന ആൾക്കാർ എന്തോരം സാധനം നോക്കില്ല. ഇതല്ല അണ്ണൻ ഫേമസ് ആയതിനു ശേഷം അണ്ണന്റെ അച്ഛന്റെ പേര് മാറ്റുന്ന പറയണായിട്ട്. പണ്ട് ശശിയെന്നായിരുന്നു അച്ഛന്റെ പേര്. ഇപ്പൊ അത് മാറ്റി പണ്ഡിതാക്കി. അപ്പൊ പണ്ടിട്ടപ്പോ ജനിച്ചപ്പോ ഉള്ള പേരല്ലോ? അപ്പൊ പിന്നെ അത് ഞാനിപ്പോ ഇട്ട പേരല്ലേ വണ്ടി എന്ന് പറയുന്നത്. എപ്പോഴാണ് ഇട്ടത്? അതെ കോളേജ് പഠിക്കുമ്പോഴത്തേക്ക് ഞാൻ ഈ പ്രഭാഷണങ്ങൾക്കൊക്കെ പോകും. അപ്പൊ ആൾക്കാർ പണ്ഡിത അതിനെ വിളിക്കുമായിരുന്നു. കളിയാക്കി വിളിക്കും. അപ്പൊ അവസാനം പഴമ എനിക്ക് സന്തോഷ് പണ്ഡിതങ്ങ് ആക്കി. അച്ഛന്റെ പേരാവുന്ന മാറ്റി. പിന്നെ അത് തന്നെ അങ്ങ് കളക്കട്ടെ പേര്. അങ്ങനെ സന്തോഷ് പണ്ഡിത ഒരു പേരിനൊരു വെയിറ്റ് ഉണ്ടല്ലോ, എനിക്ക് വെയിറ്റ് ഇല്ലെങ്കിൽ. അണ്ണ എന്ത് ചൈന സെറ്റ് വെച്ചോണ്ടിരിക്കുന്നു? നിങ്ങൾക്ക് കാശുണ്ടല്ലോ, നിങ്ങൾ നല്ലൊരു നോക്കിയ വാങ്ങിച്ചെടുത്താൽ മതി. അല്ലെങ്കിൽ ആപ്പിൾ വാങ്ങി പടം ഇറക്കി ചൈന പോലും വാങ്ങിയാൽ കാശില്ലായിരിക്കും. ഓ അത് നിങ്ങൾ തള്ളണ പോയണ. നിങ്ങൾക്ക് ഒരു ക്ലിക്കിന് 4 രൂപ വെച്ച് നിങ്ങൾ വെറുതെ തന്നെ പുളു അടിക്കുന്നത്. ഞാൻ നിങ്ങളുടെ പൈസ വാങ്ങാൻ വന്നൊന്നുമല്ല, ഞങ്ങൾ പരിചയത്തിന്റെ പുറത്ത് വന്നു. നമ്മുടെ തെങ്ങ് കയറാവുന്നുണ്ടോ ശശിന്റെ മോനിലെന്ന് വിചാരിച്ചു വന്നതാണ്. ഗൂഗിൾ അവന്മാർക്ക് തന്നെ അവന്മാരുടെ അതിലെന്റെ ഒരു വീഡിയോ ആണ് അവരുടെ കൊല്ലുമല്ലേ പറയുന്നത്. ഗൂഗിൾ പോയി നിങ്ങൾ വെറുതെ എന്നെ ഒഴിപ്പിക്കാൻ നമ്പർ അടിക്കുന്നത് പോയെന്നാ? വെറുതെ ഞാൻ പ്രോഗ്രാം വെറുതെ തള്ളിയല്ലേ. എന്തോ പ്രോഗ്രാം പോണ ടിവിയില് പയ്യന്മാർ കണ്ടെന്ന് പറഞ്ഞു. അത് നിങ്ങളെ വാരി കൊന്നെന്ന് നിങ്ങൾ പക്ഷെ ഭയങ്കര തൊലിക്കെട്ടിന്ന് പറയണ നിങ്ങൾക്ക്. പിന്നെ നിങ്ങളുടെ തൊലിയുടെ കഷ്ണം എടുത്താണ് മറ്റേ ഉട്ടാൻ ഷൂ ഉണ്ടാക്കണമെന്നാണ് ഇപ്പൊ പറയണത്. ഇപ്പൊ അങ്ങനെയാടേ അന്ന് ഷൂട്ടിങ്ങിന് വലിയ തള്ളലൊന്നുമില്ലായിരുന്നു. സംഭവം റിലീസായിട്ട് ഇടയ്ക്ക് മറ്റേ ടി വിയിൽ കണ്ടപ്പോ അല്ലേ കണ്ടത്. ഒരു ഒടുക്കത്തെ തള്ളം പോലും. ഞാൻ എന്ത് പറഞ്ഞാൽ എന്നിട്ട് വാരി കൊന്നു കളയാൻ എപ്പോഴാണ് മനസ്സിലായി. അണ്ണന്റെ ഫാൻസുകളൊക്കെ പറയാനിട്ട് പുതിയ പടം വരാൻ പോണു. വെറുതെ എന്റെ കയ്യിലെ കാശ് കളയാൻ വയ്യാനിയാ. എന്തോ എന്റെ പേരെന്തോ ലേബർ സപ്ലൈ എന്തോ ഈ ഇവിടെ നിന്ന് ലേബർ ക്യാമ്പിൽ പോണ പയ്യന്മാരുടെ ഈ ലേബർ സപ്ലൈ ഇറക്കി ഞങ്ങള്. പിന്നെ അതില് ഡയലോഗ് തന്നെ അതിന്റെ പാട്ടിന് നല്ല പാട്ടാണ്. എന്നാണോ പാടി കാണിക്കുക പാട്ട്? ഓണ ഈ പാട്ട് നിങ്ങൾ ഇറക്കിയതാ? അണ്ണ ഈ പാട്ട് ഇവിടെ ഈ എറണാകുളത്തും ട്രിവാൻഡ്രത്ത് ഭയങ്കര ഹിറ്റാന്നൊക്കെ പറയുന്നത്. അത് നിങ്ങൾ അയച്ചു കൊടുത്ത് ഹിറ്റാക്കണ തന്നെ അല്ലേ? പിന്നെ ഞാൻ തന്നെ കുറെ ഫ്രണ്ട്സിലാണ് അവന്മാരെ കൊണ്ടൊന്നും കയറ്റിച്ചു. അവന്മാരെ ഏതായാലും നിങ്ങളുടെ സിനിമയിൽ അഭിനയിച്ച പിള്ളേർക്ക് രക്ഷപ്പെട്ടെന്നൊക്കെ പറയണേ. അവരൊക്കെ വലിയ കൊടുക്കും. ആരെ എന്തിനേ കൊടുക്കും. എനിക്കൊന്നും തരത്തില്ലായിരുന്നു. ഞാൻ അവരെ നോക്കിണ്ടിരിക്കുകയാണ്. ഇപ്പൊ മറ്റവന്മാരെ കിട്ടണമെങ്കിൽ ഇപ്പം ബാംഗ്ലൂർ നല്ല ഓട്ടമല്ലേ പിള്ളേർ? പിള്ളേർ ബാംഗ്ലൂർ നല്ല ഓട്ടണമെന്ന് പറയുന്നു. പക്ഷെ പിള്ളേരുടെ സിനിമകളൊന്നും പുറത്തു വന്നില്ല. നിങ്ങളുടെ സിനിമ പുറത്തൊന്നാണ്. ഞാൻ അവിടെ എറണാകുളത്തിറക്കിയടേ ട്രിവാൻഡ്രത്തൊന്നും അവരെ കൊല്ലുന്നാ പറയണത്. പടം പക്ഷെ ഞാനേലും നിങ്ങളെ പിള്ളേർ പയ്യന്മാർ വാരിക്കൊണ്ട് പോകണ പടം കൊണ്ടായിരുന്നു. വാരിക്കൊണ്ട് ഓടണം അവിടെ ഒക്കെ. അവന്മാരൊക്കെ എന്തായാലും എന്തായാലും കയ്യിൽ നിന്ന് കുറെ കാശ് പൊട്ടി. അപ്പൊ ഞാൻ 15 രൂപ. നിങ്ങൾ ഫസ്റ്റ് ഷോ കാണാൻ പോയില്ലാണ്? അതിന് പയമ്പനെ കാശ് കൊടുത്തിന്റെ പുരുവ് കയറ്റി. നിങ്ങൾ തിയേറ്ററിൽ കയറ്റില്ല സംഭവം തന്നെ? അതൊക്കെ കയറ്റി. അപ്പൊ അടുത്തിന് എന്താണ് പരിപാടി? ഇങ്ങനെ ചൊറിയും കുത്തിരിക്കാൻ തന്നെ? വേറെ പണിയില്ല. പയമ്പരനെ വഴി കഴിഞ്ഞാൽ അവന്മാരെ കൊല്ലും. പക്ഷെ നിങ്ങൾ ഈ വായി നോക്കാൻ വേണ്ടി പച്ച കളർ കോട്ടൊക്കെ ഇടുന്നിരിക്കുന്നത് അതൊന്നും ശരിയല്ല കേട്ടോ. കോട്ടിന്റെ ഒരു കളറുണ്ട്. ഒന്നല്ലേ കറുപ്പിടണം, അല്ലെങ്കിൽ ചുവപ്പ് ഇടണം, അല്ലെങ്കിൽ നീല ഇടണം. ഇവര് പച്ചയൊക്കെ ഇട്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഗ്രീൻ ജാക്കറ്റ് കേട്ടിട്ടില്ലേ? കളിക്കുമ്പോ അവർക്ക് കൊടുക്കില്ലേ ഗ്രീൻ ജാക്കറ്റ്? അല്ല ഗോൾഫ് കളിക്കും. ഞാനൊരു ജാക്കറ്റ് കളക്കണ്ടായി. പണ്ടിട്ട് ജാക്കറ്റ്, കൂറ ജാക്കറ്റ്. നിങ്ങൾ തന്നെ നിങ്ങൾക്ക് ഇട്ടിങ്ങനെ ഗോളടിച്ചോണ്ടെന്ന് തന്നെ പയ്യന്മാർ എങ്ങനെയാണ് ഗോളടിക്കായിരിക്കും? പക്ഷെ നിങ്ങൾ ഒരു സിനിമയിലുള്ള എല്ലാം എന്തോന്ന്
ഡയറക്ഷൻ തൊട്ട് ചായ തരണം വരെ നിങ്ങളാണ് ചെയ്തിരിക്കണമെന്ന് പറഞ്ഞാൽ അത് കൊള്ളത് തന്നെയാണ്. ആണുങ്ങൾ ചെയ്തത്. ഞാൻ ഒരു പുല്ലും ചെയ്തില്ല. അപ്പോൾ നിങ്ങൾ പേര് മാത്രം വെട്ടി വിട്ടിച്ചു. അവന്മാരുടെ പേര് മാത്രമേ വെച്ചു. ആ പയ്യന്മാർ നിങ്ങൾ തടിച്ചില്ലാണ്. അവന്മാർ റൂമിൽ കയറ്റിയിട്ട് അവന്മാരെ പഞ്ഞി കിട്ടില്ലേ. അതിന് ഞാൻ കുറേ ദിവസം വെളി ഇറങ്ങാത്തത്. ഇല്ലായിരുന്നല്ലോ, കുറേ ദിവസം ഹോസ്പിറ്റലായിരുന്നു. അപ്പൊ എനിക്ക് പോകാൻ സമയമായി. അണ്ണാപ്പുറത്ത് നേഴ്സന്മാർക്ക് സുഖം തന്നെ. അവരൊക്കെ നിങ്ങൾ പുതിയ പടത്തിലെടുക്കുമെന്നൊക്കെ പറഞ്ഞ് അവിടെ ഫ്രീ ആയിട്ട് ചികിത്സിച്ചിറങ്ങുന്നൊക്കെയാണ് പയ്യന്മാർ പറയണത്. ഞാനിപ്പോ ഏരിയയിൽ പോകത്തില്ല അവിടെ. അതുപോലെ നിങ്ങളുടെ അടുത്ത CD സിനിമ വരാമെന്ന് പറഞ്ഞു. CD സിനിമ മറ്റേ ഇവിടെ യൂട്യൂബിൽ വരുമോ CD സിനിമ? അതൊക്കെ വരും, പെട്ടെന്ന് കുറെ ഇറങ്ങുന്നുണ്ട്. പ്രതീക്ഷിക്കാം. ശരിയാണോ പയ്യന്മാരെ വിളിക്കുന്നത്? ശരി ശരി, ഇവിടെ കാണണം. ആ പിന്നെ ശരിയാണോ? ശരി.